ഡെവിൽ ലവ് ഭാഗം 12. പിറ്റേന്ന് രാവിലെ ഇഷാനി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. പതിവ് പോലെ അവളെ കാത്ത് കാറും ഡ്രൈവറും ഉണ്ടായിരുന്നു. ഓഫീസിലെത്തിയപ്പോൾ അവളുടെ ടേബിൾ മനോഹരമായ റോസാപ്പൂക്കൾ കൊണ്ട് ഉള്ള ബൊക്ക ഉണ്ടായിരുന്നു. ഒരു നിമിഷം അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ശേഷം അതൊരു വശത്തേക്ക് മാറ്റിവെച്ചു. അവളുടെ ചെയറിലിരുന്നു. അർജുൻ്റെ ക്യാബിനിലേക്കൊന്ന് നോക്കി. അർജുൻ ഇതുവരെ ഓഫീസിൽ എത്തിയിരുന്നില്ല. അതേസമയം ഒബ്രോയ് മനുഷ്യനിൽ. എല്ലാവരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. 30ഓളം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിളായിരുന്നു അത്. ഏറ്റവും മുന്നിൽ എല്ലാവർക്കും അഭിമുഖമായി വിശ്വനാഥ് ഒബ്രോയ് ആയിരുന്നു. തൊട്ടടുത്ത് ഭാര്യ ഇന്ദിരയും, ചുറ്റുമായി കുടുംബാംഗങ്ങൾ. വിശ്വനാഥിനും ഇന്ദിരയ്ക്കും 4 മക്കളാണ്. മൂത്ത മകൻ ജഗത് വിശ്വനാഥ് ഒബ്രോയ്, ഭാര്യ ശ്രീദേവി. ജഗത് ഒരു കാലത്ത് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല. ശ്രീദേവി ഹൗസ് വൈഫാണ്. ഇവർക്ക് 2 മക്കൾ. നിരഞ്ജൻ ഒബ്രോയ്. സംഗീതമാണ് അവൻ്റെ ലോകം. പാടാനും സംഗീതം ഒരുക്കാനുമായിരുന്നു ബാല്യം മുതൽ താല്പര്യം. ഇന്ന് ലോകമറിയുന്ന പ്രശസ്ത ഗായകനാണ്. അതോടൊപ്പം ഒബ്രോയ് കോളേജിൻ്റെ MD-യുമാണ്. നീതിക ഒബ്രോയ് നിലവിൽ PG പഠിക്കുന്നു. കാലത്ത് ഒബ്രോയ് ഗ്രൂപ്പ് മുഴുവൻ നോക്കി നടത്തിയിരുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് മഹേന്ദ്രനും ഭാര്യ പാർവണയും ഒരു അപകടത്തിൽ മരണപ്പെട്ടു. പാർവണ ഒരു പ്രശസ്ത അഭിഭാഷകയായിരുന്നു. പക്ഷെ ഇരുവരുടെയും ഒരു സാധാരണ മരണമായിരുന്നില്ല. അവരുടെ മരണത്തോടെ കുടുംബവും ബിസിനസ്സും ഒരുപോലെ തകർന്നു. മകൻ്റെയും മരുമകളുടെയും അകാല വിയോഗം വിശ്വനാഥിനെ തളർത്തി. കമ്പനിയും വലിയ നഷ്ടത്തിലേക്ക് വീണു തുടങ്ങി. അത് കഴിഞ്ഞു ഇപ്പോൾ 7 വർഷമായിട്ടുള്ളൂ. അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ 7 വർഷമായിട്ടുള്ളൂ അർജുൻ ഒബ്രോയ് ഗ്രൂപ്പ് ഏറ്റെടുത്തത്. അതിനുശേഷം കമ്പനി കുതിച്ചുയർന്നു. ഒരിക്കൽ 40-ാം സ്ഥാനത്തായിരുന്ന കമ്പനി ഇന്ന് രാജ്യത്തെ നമ്പർ 1 കമ്പനികളിൽ ഒന്നായി മാറി. ഉയർച്ചയ്ക്ക് പിന്നിൽ പ്രധാന കാരണം അർജുൻ്റെ അസാധാരണ ബുദ്ധിശക്തിയും കഠിനാധ്വാനമായിരുന്നു. ഇപ്പോൾ ഒബ്രോയ് ഗ്രൂപ്പിൻ്റെ MD-യാണ് അർജുൻ. അതോടൊപ്പം മുംബൈയുടെ ഡാർക്ക് ഡെവിൾ എന്ന പേരിലും അവനെ അറിയപ്പെടുന്നു. മൂന്നാമത്തെ മകൻ വീരൻ വിശ്വനാഥ് ഒബ്രോയ്, പ്രശസ്ത ഡോക്ടർ. ഭാര്യ വൈദേഹിയും ഡോക്ടറാണ്. പാർവണയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വൈദേഹി. ഇവർക്ക് ഒരു മകൾ. നീതികയ്ക്കൊപ്പം PGക്ക് പഠിക്കുന്നു. 4ാമത്തെ മകൾ ജലജ, ഭർത്താവ് കിഷോർ. ജലജ വളരെ പാവം സ്വഭാവമുള്ളൊരു സ്ത്രീയാണ്. എന്നാൽ കിഷോർ പണവും സ്വത്തും മാത്രമാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ. ഇവർക്ക് 2 മക്കൾ. രുദ്രൻ ഒബ്രോയ്, അച്ഛനെ പോലെ പണത്തിനും സ്ഥാനത്തിനും പിന്നാലെ നടക്കുന്നവൻ. മദ്യവും കഞ്ചാവും ഉൾപ്പെടെ നിരവധി ദുശ്ശീലങ്ങൾ അവനുണ്ട്. രുദ്രാംശി ഒബ്രോയ്, ഡിഗ്രി ഫൈനൽ ഇയർ. സൗന്ദര്യത്തിൻ്റെയും പണത്തിൻ്റെയും അഹങ്കാരം തലയ്ക്ക് പിടിച്ച പെൺകുട്ടി. താനാണ് എല്ലാത്തിനും മികച്ചതെന്ന് വിശ്വസിക്കുന്ന സ്വഭാവം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് വിശ്വനാഥൻ പറഞ്ഞു. എല്ലാവരും അയാളെ ശ്രദ്ധിച്ചു. നിരഞ്ജൻ്റെ കാര്യമാണ്. എല്ലാവരും എന്താ എന്ന നിലയിൽ അയാളെ നോക്കി. ജഗത്, അയാൾ വിളിച്ച. നിരഞ്ജന് ഇപ്പോൾ 30 വയസ്സായി. ഇനിയും ഒരു വിവാഹകാര്യം നോക്കണ്ടേ? ഇനിയും ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, വിശ്വനാഥ് പറഞ്ഞു. നിരഞ്ജൻ ഞെട്ടി എല്ലാവരെയും നോക്കി. മുത്തച്ഛ, അവൻ ദയനീയമായി വിളിച്ചു. വേണ്ട നീരു, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നിന്നോട് എത്ര തവണ ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സിലെന്ന്? ഇല്ല എന്ന സ്ഥിരം പല്ലവിയായിരുന്നല്ലോ ഇത്രയും കാലം. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ. നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കെട്ടിയെ കണ്ടെത്തും. നിനക്ക് ഇഷ്ടമായ വിവാഹം നടത്തും. എന്തായാലും ഈ വർഷം നിന്റെ വിവാഹം നടക്കാം. നിന്റെ താഴെയും ഇവിടെ വിവാഹപ്രായമായവർ ഉണ്ട്. ഇനി നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. നിരഞ്ജൻ ദയനീയമായി അർജുനെ നോക്കി. അവൻ ശരി ഒതുക്കിയിരിക്കുന്നുണ്ട്. മുത്തച്ഛ, വലിയച്ഛ, അർജുൻ വിളിച്ചു. ഏട്ടൻ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, അജു പറഞ്ഞു. എല്ലാവരും സംശയത്തിൽ അജുവിനെയും നിരഞ്ജനെയും നോക്കി. എന്താ അജു നീ പറയുന്നത്? ഏത് കുട്ടിയെ? മുത്തശ്ശി ചോദിച്ചു. അവൻ നിരഞ്ജന് ഗായുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു.
ഫങ്ഷന് വന്നപ്പോൾ ഇഷ്ടമായത് എന്നാണ് പറഞ്ഞത്. ഗായുവിനെ മുന്നേ പരിചയമുള്ള കാര്യം ഒന്നും അവൻ പറഞ്ഞില്ല. അത് കേട്ട് എല്ലാവരും നിരഞ്ജനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി. അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചു. അവരുടെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു. ഗായു എന്ന് പറയുന്നത് ഷനിമോളുടെ കൂടെയുള്ള കുട്ടിയല്ലേ? ശ്രീദേവി ചോദിച്ചു. അതെ വല്യമ്മേ, ഗായത്രി എന്ന പേര്, അച്ചു പറഞ്ഞു. അത് കൊള്ളാം, നല്ല കുട്ടിയാണ്, നല്ല പെരുമാറ്റം, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശനൊന്ന് അമർത്തി മൂടി. ജഗത്, ശ്രീദേവി, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പ്രശ്നം? എനിക്ക് പ്രശ്നമില്ല അച്ഛാ. എങ്കിൽ ആ കുട്ടിയുടെ വീട് സ്ഥലമൊക്കെ എവിടെയെന്ന് അന്വേഷിക്കാം. അത് സ്റ്റീഫൻ ചെയ്തോളും മുത്തശ്ശ, അജു പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് അവിടെ പോയി പെണ്ണ് ചോദിക്കാം. എല്ലാവരും ഉണ്ടാവണം മുത്തശ്ശ. നാളെ കഴിഞ്ഞാൽ എനിക്ക് 2 ആഴ്ച ഒരു ബിസിനസ് മീറ്റിംഗ് പോകണം, ദുബായിലേക്ക്, അജു പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞ് മതി ആ മോളുടെ വീട്ടിൽ പോകുന്നത്. അത് വേണ്ട, നിങ്ങൾ പോയിട്ട് പോരെ. അത് പറ്റില്ല, നീ വന്നിട്ട് മതി, നിരഞ്ജൻ പറഞ്ഞു. അതുവരെ മിണ്ടാതിരുന്ന നിരഞ്ജൻ പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ നോക്കി. കണ്ടു ഇതുവരെ മിണ്ടാതിരുന്ന വലിയേട്ടൻ്റെ ചാട്ടം. നിധിയും വയ്യും അവനെ കളിയാക്കി. അവൻ രണ്ടിനെയും കണ്ണിരുട്ടി പേടിപ്പിച്ചു. അതുകൊണ്ട് എല്ലാവരും ചിരിച്ചു. പക്ഷേ ഇതൊന്നും ഇഷ്ടമാവാതെ അവരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര്. ഓഫീസിൽ ഇഷാനി ആകെ അസ്വസ്ഥമായിരുന്നു. അവൾക്ക് ചെയ്യാനുള്ളത് അവളുടെ ടേബിളിൽ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവളത് ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ണിടക്ക് അർജുൻ്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. ഇവിടെയാണ് അന്ന് അച്ചു ഓഫീസിലെത്തിയത്. അതുവരെ വാടിയ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. ഇഷാനി, കം ടു മൈ ക്യാബ്. അവൾ അവൻ്റെ വലത്ത് ചെന്നു. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കണം. ഓക്കെ സർ. ഷാർപ്പ് 10 മണിക്കാണ് മീറ്റിംഗ്, അവൻ പറഞ്ഞു. ഓക്കെ സർ. അവൻ്റെ ക്യാബ് തുറന്ന് ഇടിച്ചു കയറി അകത്തേക്ക് ഒരാൾ വന്നു. അവളെ കണ്ടതും അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നീ എന്താ ഇവിടെ? അജു ചോദിച്ചു. സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ? ലാഗായിട്ട് തോന്നുന്നുണ്ടോ? ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. പിന്നെന്താ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ പറയണം. പിന്നെന്താ വോയിസ് കുറവായിരിക്കും, അത് എന്താ വെച്ചാൽ ഇന്നിവിടെ വോയിസ് കുറച്ചിട്ടായിട്ടുള്ളത്. പിന്നെ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വിളിച്ചെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. പിന്നെ ടെസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ടെസ്റ്റ് ഇങ്ങനെ എഴുതുമ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പറയണേ. തെറ്റുകളുണ്ടാവും, ക്ഷമിക്കണം. പുറത്ത് വോയിസ് കേൾക്കും, അതിന് ക്ഷമിക്കണം. ഓക്കെ. ഗെയിമിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ തിരുത്താൻ ശ്രമിക്കാം. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും താങ്ക്സ്. കാരണം ഒരു തുടക്കക്കാർക്ക് ഇങ്ങനെ സപ്പോർട്ട് തരുന്നതിന്